ബംഗളൂരു പോലെയുള്ള ഒരു വൻ നഗരത്തിലേക്ക് കേരളത്തിൽ നിന്നും മറുനാടുകളിൽ നിന്നും പതിനായിരക്കണക്കിന് യുവതിയുവാക്കളാണ് ഓരോ വർഷവും കുടിയേറുന്നത്. ഉന്നത വിദ്യാഭ്യാസവും മികച്ച തൊഴിലവസരങ്ങളും തേടിയുള്ള ഈ പ്രയാണങ്ങൾ പലപ്പോഴും വലിയ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ആരംഭിക്കുക. എന്നാൽ ഈ വലിയ നഗരത്തിലെ തിളക്കങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും നിയമവ്യവസ്ഥയുടെ നിസ്സംഗതയും എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കർണാടകയുടെ തലസ്ഥാനത്ത് നിന്നും പുറത്തുവരുന്നത്. കോട്ടയം സ്വദേശിയായ 20-കാരിയായ മലയാളി യുവതി ബംഗളൂരുവിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ സംഭവം കേവലം ഒരൊറ്റപ്പെട്ട കുറ്റകൃത്യം എന്നതിലപ്പുറം അന്യസംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും നമ്മുടെ പോലീസിംഗ് സംവിധാനങ്ങളുടെ വീഴ്ചകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബംഗളൂരുവിലെ ഒരു കഫയിൽ പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്നു കോട്ടയം സ്വദേശിനിയായ യുവതി. അതിക്രൂരമായി ഈ യുവതി പീഡനത്തിന് ഇരയായി. സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ചാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസ് എന്നയാൾ യുവതിയെ പീഡിപ്പിച്ചത്. മടിവാളയിൽ താമസിക്കുന്ന പ്രതിക്കെതിരെ യുവതി ധീരമായി രംഗത്ത് വരികയും നിയമപോരാട്ടത്തിന് മുതിരുകയും ചെയ്തുവെങ്കിലും അതിനുശേഷം അവർക്ക് നേരിടേണ്ടി വന്നത് ഭീതിജനകമായ സാഹചര്യങ്ങൾ. ഈ മാസം 12-ാം തീയതിയാണ് സംഭവം നടന്നത്. ക്രൂരമായ അതിക്രമത്തിന് ഇരയായ തൊട്ടടുത്ത ദിവസം തന്നെ യുവതി മടിവാള പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. പക്ഷേ പരാതി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥനായ DCPക്ക് പരാതി നൽകിയതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായെന്ന വസ്തുത നമ്മുടെ നിയമപാലന സംവിധാനത്തിന്റെ വലിയ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരകൾക്ക് ഉടനടി നീതി ഉറപ്പാക്കേണ്ട പോലീസ് സ്റ്റേഷനുകൾ പലപ്പോഴും കുറ്റവാളികൾക്ക് അനുകൂലമായി നിലകൊള്ളുന്നു എന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ സംഭവത്തിലും ഉണ്ടായ പശ്ചാത്തലം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും പ്രതിയായ ഹൈനസ് യുവതിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. ഇതിലും ഭയാനകമായ കാര്യം, നീതി നടപ്പാക്കേണ്ട മടിവാള പോലീസ് തന്നെ കേസ് ഒത്തുതീർപ്പാക്കാൻ യുവതിക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ക്രമസമാധാന പാലനത്തിന് ഉത്തരവാദികളായവർ കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന ഈ കാഴ്ച അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഇത്തരം സമീപനങ്ങൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരുടെ മാനസികാവസ്ഥയെ കൂടുതൽ തകർക്കുകയും നിയമവ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മെഡിക്കൽ പരിശോധനകൾ വൈകിപ്പിക്കുന്നത് ബലാത്സംഗ കേസുകളിൽ തെളിവ് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ കേസിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും യുവതിയുടെ വൈദ്യപരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല. ഒടുവിൽ സംഭവം നടന്ന് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായ ഇത്തരം കേസുകളിൽ ഇത്രയും വലിയ കാലതാമസം വരുത്തുന്നത് മനഃപൂർവ്വം പ്രതിയെ സഹായിക്കാനാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നു. ഇത്രയും വലിയ അനാസ്ഥകൾക്ക് പുറമെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ടുപിന്നാലെ യുവതി താമസിക്കുന്ന വീട് കയറി ആക്രമിക്കാനും പ്രതിയും കൂട്ടാളികളും മടിച്ചില്ല. FIR രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറാകാത്തതാണ് പ്രതികൾക്ക് ഇത്തരം അക്രമങ്ങൾ തുടരാൻ ധൈര്യം നൽകുന്നത്. ഇപ്പോഴും പ്രതിയിൽ നിന്ന് നിരന്തരമായ വധഭീഷണി നേരിട്ടുകൊണ്ടാണ് ഈ 20-കാരി നഗരത്തിൽ കഴിയുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന വൻ സുരക്ഷാ ഭീഷണികളിലേക്ക് ഈ സംഭവം വീണ്ടും വെളിച്ചം വീശുന്നു. പലപ്പോഴും പരിചയക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇത്തരം ചതിക്കുഴികൾ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അതിക്രമം നേരിട്ടതിനു ശേഷം സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അകലെയായിരിക്കുന്ന അവസ്ഥ ഇരകളുടെ മാനസികമായ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഭാഷാപരമായ തടസ്സങ്ങളും പ്രാദേശികമായ സ്വാധീനമില്ലായ്മയും കാരണം മറുനാടൻ പോലീസിൽ നിന്ന് അനുകൂലമായ നിലപാടല്ല ഇവർക്ക് ലഭിക്കാറുള്ളത്. മടിവാള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒത്തുതീർപ്പ് ശ്രമങ്ങളും മെഡിക്കൽ പരിശോധന വൈകിപ്പിക്കലും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. കുറ്റവാളികൾക്ക് ജാതിയോ മതമോ പ്രാദേശികതയോ ഇല്ലെങ്കിലും ഇരകളുടെ അശരണതയെ അവർ കൃത്യമായി ചൂഷണം ചെയ്യുന്നു. ഈ സംഭവം കേവലം ബംഗളൂരുവിലെ ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ നടപ്പാക്കലിലെ പോരായ്മകളെ കൂടി ചർച്ചാ വിഷയമാക്കേണ്ട ഒന്നാണ്. അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി കേസെടുക്കണമെന്ന നിയമം നിലവിലിരിക്കെയാണ് DCP പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടേണ്ടി വരുന്നത്. സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഇത്തരം ഉന്നതതല ഇടപെടലുകൾ നടത്താൻ സാധിക്കാതെ വരുമ്പോൾ പല കുറ്റകൃത്യങ്ങളും വെളിച്ചം കാണാതെ പോകുന്നു. നിയമം കടലാസുകളിൽ ശക്തമാണെങ്കിലും അത് നടപ്പിലാക്കേണ്ട താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.
പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾക്കെതിരെ കർശനമായ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യവും. ഒരു നഗരത്തിന്റെ വികസനവും ആധുനികതയും അളക്കപ്പെടേണ്ടത് അവിടുത്തെ കെട്ടിടങ്ങളുടെ ഉയരം നോക്കിയല്ല, മറിച്ച് അവിടുത്തെ തെരുവുകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് നോക്കിയാവണം. കോട്ടയം സ്വദേശിനിയായ ഈ പെൺകുട്ടി കാണിച്ച ധീരതയെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അവൾക്ക് അടിയന്തരമായി നിയമപരിരക്ഷയും സുരക്ഷയും ഉറപ്പാക്കാൻ മലയാളി സമൂഹവും കർണാടക സർക്കാരും മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രതിയെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും വേണം. ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ജനകീയ ഇടപെടലുകളും നിയമപരമായ മുന്നേറ്റങ്ങളും മാത്രമേ വരും നാളുകളിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് മറുനാടുകളിൽ ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.